ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. ടൈം ഇപ്പോൾ അറൗണ്ട് ഒരു 5 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. വഴിയെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഒട്ടും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് പടി ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് എന്തായാലും നമുക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് ബോക്സ് എടുത്തായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വ്ളോഗൊന്നും എടുക്കുന്നുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ജിം ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണെങ്കിലും ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്ത് പോകണമെന്ന്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, കോട്ടയത്തുള്ള മലരിക്കൽ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും റീൽസൊക്കെ കാണുമല്ലോ, അവിടെ അമ്പല് പൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്കത് കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള പൂക്കൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ആമ്പൽ, പിന്നെ താമര, അതൊക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ കുറേ നാൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളി ഇന്ന് ജസ്റ്റ് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്നോട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒറ്റ ഇതിൽ ഞങ്ങൾ പോയതാണ്. എപ്പോഴും 1-2 പ്രാവശ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എനിക്കിവിടെ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് വിട്ടു. പക്ഷേ ഹസ്ബൻഡ് അത് ഓർത്ത് വെച്ച് എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അയ്യോ ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വലിയ കാര്യമാണ് കേട്ടോ. ഓ, ഒരു വിൽക്കാൻ വെച്ചേക്കനാണത് കയ്യിലെ പൂവ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് പൊട്ടിക്കാം. പിന്നെ ഈ കാണുന്ന ഒരുമാതിരി ചിരിയാണ് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ അവിടെ ചെന്നപ്പോഴുള്ളത്. കാരണം അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ, ആ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ. പക്ഷെ അന്യായ തിരക്കാണല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. സാറ്റർഡേ ആയിരുന്നു, പിന്നെ ഓണം വെക്കേഷനൊക്കെ ഏകദേശം തീരാറായ ടൈമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 7 മണി 7:30 ആ ഒരു ടൈമിൽ ഞങ്ങളവിടെ എത്തി. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ കാണാൻ, നല്ല രസം. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണമെങ്കിൽ എന്നാലും ഫുള്ളിങ്ങനെ പിങ്ക് കളറിൽ ആമ്പലിങ്ങനെ പൂത്ത് നിൽക്കണം. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് സുന്ദരിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, ജസ്റ്റ് മേക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ഞാൻ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡറും പിന്നെ ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കലാപരിപാടികളാണ് ഇപ്പോൾ കാണുന്നത്. അധികം ഡിലേ ആക്കാൻ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടൈം കൂടുന്തോറും അവിടെ തിരക്കും കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ആമ്പൽപ്പൂ ഒരു ഏകദേശം 10 മണി 11 മണി വരെയൊക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതിനു മുന്നേ നമ്മൾക്ക് അവിടെ എത്തണം. പിന്നെ അധികം വെയിൽ വന്നാൽ ഞാൻ പറഞ്ഞില്ല അതുപോലെ ചുരുങ്ങിപ്പോവും. പിന്നെ അത് മാത്രമല്ല ടൈം കൂടുന്തോറും തിരക്കും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വഞ്ചിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചടപടേ എന്നും പറഞ്ഞ് വേഗം എന്തൊക്കെയോ കാണിച്ച് റെഡിയാവാണ്. അപ്പോൾ ഞാൻ റെഡിയായി വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോയും എടുത്തുകൊണ്ടിരിക്കണ കാരണം കൊണ്ട് റോട്ടിലോട്ട് നോക്കിയല്ല ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് നടക്കുകയാണ്. കാരണം നല്ല ബ്ലോക്ക് മീൻസ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന നടക്കില്ല. അപ്പോൾ പുള്ളി എന്നെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടത്തുമായിരുന്നു. അപ്പം ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ കുറേ സ്ഥലത്ത് ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വന്ന സ്പോട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു.
കുറച്ച് ക്രൗഡഡ് ഏരിയ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്പോട്ടിലോട്ട് എത്തിയത്. അപ്പോൾ കുറേ അവർ ഞങ്ങളോട് പറഞ്ഞത് ഒരു 1 വീക്ക് or 2 വീക്ക് ബിഫോർ വന്നിരുന്നെങ്കിൽ വെള്ളം കുറച്ചുകൂടി മുകളിലോട്ടായി ഇരുന്നേനെ. അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. ഇപ്പോൾ വെള്ളം കുറച്ചിങ്ങനെ താഴ്ന്നു. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് വരുവാണെങ്കിൽ ഇത്രയും കൂടി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വെള്ളം താഴ്ന്നു കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അവർക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. കൊച്ചുമായിട്ട് വേണം ആ ഫ്രണ്ട് ചെയ്യണം. കാരണം എന്താ ലാസ്റ്റ് ദിവസം ആയണ്ട നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയറിയ വഞ്ചിയിൽ വേറൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവരും എറണാകുളത്ത് നിന്നാണ് വന്നത്, പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ദേ പൂവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു ആൾ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വഞ്ചി നിർത്തിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. എല്ലാവരും ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരുന്നു നിന്നേച്ചത്. പക്ഷേ ഈ ഏരിയയിലേക്ക് അധികം പേര് വരുന്നുണ്ടായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം നല്ലപോലെ കുറഞ്ഞതുകൊണ്ട് ഭയങ്കര പാടാണ് വഞ്ചിക്ക് വരാനായിട്ട്. അപ്പം ഞങ്ങളെന്തോ ഇവിടെ വന്നു. ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓക്കെ നമുക്ക് എന്നാലും അങ്ങോട്ട് പോകാം, കുറച്ച് പാടാണ് എന്നാലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. എന്നാലല്ലേ നമുക്ക് കുറച്ച് നമ്മൾ വന്നത് വെറുതെ ആവരുതല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു സ്ഥലത്തെത്തി നല്ല ഭംഗിയായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ വഞ്ചിക്ക് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ കുറേ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടോ. കാരണം നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ആ വഞ്ചി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നെൽകൃഷിക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം പോവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാവരും പൊട്ടിക്കുന്നുണ്ട്, അപ്പോൾ ഞാനും ആ ഒരു കൂട്ടത്തിൽ അങ്ങനെ കുറേ പൂക്കൾ പൊട്ടിച്ചു. അങ്ങനെ ഞാൻ കുറേ പൂവൊക്കെ പൊട്ടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. ഈ ഒരു ടൈമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി. ഇവിടെ വെയിലും വന്നു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 7:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വിശക്കുന്നുണ്ട്. കാരണം രാവിലെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വിശപ്പും ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹം ഇപ്പോൾ സക്സസ് ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ റെസ്റ്റോറൻറ്റ് നോക്കുകയാണ്, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായില്ല. സാറ്റർഡേ ആയിട്ട് കൂടി എന്താണെന്നറിയില്ല, ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഹോട്ടലാണ് കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമായൊരു ദിവസമാണ്.
ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.